അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്, ഇന്ന് നമുക്ക് പാചക വിശേഷങ്ങളും ഇല്ല, ബ്യൂട്ടി ടിപ്സും ഇല്ല, പിന്നെ എല്ലാ ദിവസത്തേലും ചെയ്യുന്നതായിട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു കാര്യം സാധിക്കണം, അല്ലെങ്കിൽ നമുക്ക് രാത്രിയിൽ കിടന്നു കഴിഞ്ഞാൽ ഉറക്കം കിട്ടുന്നില്ല. എല്ലാരും പറയത്തില്ലേ, തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും കിടന്ന് നേരം വെളുപ്പിച്ചു എന്നൊക്കെ പറയത്തില്ലേ. അതുപോലെ എന്തെങ്കിലും അസുഖങ്ങൾ അതുകൊണ്ട് ബുദ്ധിമുട്ടുന്നവര്, അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ ചെയ്യുന്ന കാര്യമാണ്, വേറെ എങ്ങും നോക്കി കണ്ടുപിടിച്ചൊന്നുമല്ല. എൻ്റെ അമ്മുമ്മ ഒക്കെ കണ്ട്, അങ്ങനെ അവര് ചെയ്യുന്നൊക്കെ കണ്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഈ കൂട്ടത്തിൽ ഞാനും ഇത് ചെയ്യാറുണ്ട്. ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പിന്നെ തന്നെയല്ല, നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അതും ഉറപ്പായിട്ട് സാധിക്കും. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. പിന്നെ ഇത് പറഞ്ഞ് കുറെ പേര് നെഗറ്റീവ് പറയുന്നവരുണ്ട്. അവരോട് എനിക്കൊന്നും പറയാനില്ല. എല്ലാം ഒരു വിശ്വാസമാണ്. വിശ്വാസത്തിൽ കൂടെ നമ്മൾ എന്ത് ചെയ്താലും അത് നമുക്ക് പ്രയോജനമായിട്ട് വരത്തുള്ളൂ. നമ്മളെല്ലാം നെഗറ്റീവായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മളെല്ലാം നെഗറ്റീവായിട്ട് തന്നെ അതിനെ കാണാൻ പറ്റത്തുള്ളൂ. എന്നാലും ഇതിനകത്തൊക്കെ സത്യങ്ങൾ ഇല്ലാതെ ഇല്ല. എൻ്റെ അനുഭവത്തിൽ കൂടെയുള്ള സത്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം ആണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പം ഇതിനായിട്ട് നമ്മൾ എടുക്കുന്നത് ഈ 1 രൂപയുടെ ഒരു കോയിനാണ്. വലിയ കൂടെ നോട്ടൊന്നും ഇതിന് ആവശ്യമില്ല. 1 രൂപയുടെ ഒരു കോയിനാണ് ഈ എടുത്തിരിക്കുന്നത്. അപ്പം ഈ 1 രൂപ കോയിൻ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് വന്ന കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാം. അപ്പൊ എന്റെ മക്കൾ ഇവിടെ ലീവിന് വന്നിട്ട് തിരിച്ചു പോകുമ്പോഴത്തേക്കും എല്ലാവർക്കും ഓരോ വിശ്വാസമാണ്. എനിക്കിത് ഭയങ്കര വിശ്വാസമാണ്. അതുകൊണ്ട് മാത്രം ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. ഇപ്പം ഇതുപോലെ ചെയ്യുന്ന ആൾക്കാരും കാണുമായിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയില്ല. അപ്പൊ ഞാന് ഇത് ഇപ്പൊ 2 മക്കൾ വന്നിട്ടും നമ്മൾ ലീവിന് വന്നിട്ട് തിരിച്ചു പോകുമ്പോഴത്തേക്കും രാവിലെ ഒരു റെഡി ആയി കഴിയുമ്പോഴത്തേക്കും ഞാൻ ഓടിച്ചെന്നിട്ട് എന്ത് ചെയ്യുന്നറിയാവോ, ഈ 1 രൂപയുടെ കോയിൻ എടുത്തോണ്ട് വന്നിട്ട് നമ്മളിങ്ങനെ 3 പ്രാവശ്യം ഇങ്ങനെ ഒഴിഞ്ഞിട്ട് നമ്മൾ എന്താ, നമ്മുടെ മനസ്സില് നമ്മുടെ ആഗ്രഹം. അപ്പൊ ഈ കുഞ്ഞുങ്ങള് യാത്രയ്ക്ക് പോകുമ്പോൾ ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും എന്തായിരിക്കും, ദൈവമേ ഒരപകടവും കൂടാതെ ഇവരെ കാത്തോളണേ, അല്ലെ, ഒന്നും വരുത്താതെ എത്തിച്ചു തരണേ എന്നായിരിക്കും നമ്മൾ അതിന് പറയുന്നത്. അങ്ങനെ 3 പ്രാവശ്യം നമ്മുടെ മനസ്സിൽ തട്ടി നമ്മളത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഈ പൈസ ഇപ്പം രാവിലെ, ഇപ്പൊ രാത്രിയിലൊക്കെ പോവുകയാണെങ്കിൽ, ഇപ്പം പകലൊക്കെയാ പോകും, രാവിലത്തെ സമയങ്ങളിലാ പോകുന്നെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് ഞാൻ പൈസ വെടിയിൽ കൊടുത്തു വിടും. അമ്പലത്തിൽ ഇട്ടിട്ടാണ് പോകുന്നത്. ഇല്ലെങ്കിൽ 1 മിനിറ്റ് ആരാന്ന് നോക്കിയിട്ട് വരാം. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം പറയാം. അപ്പുറത്തെ കാറ്റും മഴയും ഭയങ്കര, മാവ് മറിഞ്ഞ് അത് വെട്ടാൻ, നമ്മുടെ അല്ല, നമ്മുടെ അമ്മാവന്റെ വീട്ടിൽ. അപ്പൊ അത് വെട്ടാനായിട്ട് ആള് വന്നിട്ടുണ്ട്. അപ്പം അത് ചോദിച്ചാൽ അത് നോക്കാനായിട്ട് അങ്ങോട്ട് പോയതാ. അത് പോട്ടെ, നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. അപ്പോഴും ഇത് ഞാൻ എപ്പം മക്കൾ വന്നിട്ട് പോയാലും ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് എനിക്ക് ഭയങ്കര വിശ്വാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര വിശ്വാസം. ഇനി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് 1 പ്രാവശ്യം ഇളയ മോൻ വന്നിട്ട് പോയപ്പോഴത്തേക്കും ഇത് എന്തോ കാര്യം, ഞാനിതങ്ങനെ മറക്കുന്നതല്ല, പക്ഷെ നമുക്ക് വരാനിരിക്കുന്ന എന്തോ എനിക്കറിയില്ല. ഇത് ഞാൻ അന്ന് വിട്ടുപോയി കഴിഞ്ഞ് മോനങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ, അവൻ അത് കഴിഞ്ഞ് ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു പറയുക, അമ്മേ ഞാൻ അങ്ങോട്ട് സൈറ്റിലോട്ട് പോയ വണ്ടി മറിഞ്ഞു. എൻ്റെ ദൈവമേ, എൻ്റെ സകല നിയന്ത്രണങ്ങളും വിട്ടു. പെട്ടെന്ന് വെച്ചു. പക്ഷെ എന്തായാലും അവനാ പറയുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തായാലും ഇവനൊന്നും പറ്റിയിട്ടില്ല എന്ന് വ്യക്തമായി. അത് കഴിഞ്ഞ് പിച്ചിട്ട് എൻ്റെ പേരെടുത്ത് പറഞ്ഞു, വലിയ കുഴപ്പമൊന്നുമില്ല, ആർക്കും വലിയ കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അന്നത്തെ ദിവസം ഞാൻ ഇത് ചെയ്തില്ല, എന്തോ വിട്ടുപോയി. അപ്പോൾ കൊച്ച് വിളിച്ചപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറയുവാണ്, അമ്മേ നമ്മൾ പോകുമ്പം 1 രൂപയുടെ കോയിൻ അമ്മ ഒഴിഞ്ഞിങ്ങനെ വെക്കുക പതിവുണ്ടായിരുന്നല്ലോ, അത് നമ്മൾ ചെയ്യാനായിട്ട് വിട്ടുപോയല്ലോ അമ്മേ എന്ന് പറഞ്ഞു. കറക്റ്റ്, സത്യം. അപ്പം അന്ന് സംഭവിച്ച ഒരു കാര്യമാണ് ഈ ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ എൻ്റെ മൂത്ത ആളും 10ാം ക്ലാസ്സിൽ നിന്ന് ഒരു ടൂറ് പോയപ്പോഴത്തേക്ക് അനുഭവങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കത്തില്ല. ടൂറ് പോയപ്പോഴത്തേക്ക് ഇതുപോലെ തന്നെ അന്നും എന്തോ ഇത് ഉഴിഞ്ഞ് പൈസ വെച്ചില്ല.
അന്ന് ഇതുപോലെ തന്നെ വണ്ടി എവിടെയോ പോയി ഇടിച്ചിട്ട് അവർ അന്ന് ടൂറ് പോയില്ല, വണ്ടി തിരിച്ച് വരുമായിരുന്നു. അപ്പം അത് എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് വന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം രാത്രി ഉറക്കം കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥത, രാത്രി പനി, എന്തെങ്കിലും അസ്വസ്ഥത ആയിക്കോട്ടെ, നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ദൈവമേ ഭഗവാനെ നന്നായിട്ട് ഉറങ്ങാൻ പറ്റണേ എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യം മനസ്സിൽ ഓർത്തോട് നമ്മളിങ്ങനെ തലയ്ക്ക് ചുറ്റും 3 പ്രാവശ്യം ഒഴിഞ്ഞിട്ട് ഈ കോയിൻ നമ്മൾ കിടക്കുന്നതിൻ്റെ തലയണയുടെ അടിയിൽ വെക്കുക. ആ കോയിൻ അങ്ങനെ തന്നെ അവിടെ ഇരുന്നോട്ടെ, അതൊരു 3 ദിവസം ഇരുന്നോട്ടെ. 4ാമത്തെ ദിവസം ഈ കോയിൻ അവിടെ നിന്ന് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് കഴുകുക. നമ്മുടെ ബെഡിലൊക്കെ വെച്ചതല്ലേ, കഴുകിയിട്ട് അമ്പലത്തിൽ കൊണ്ടിടുക. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഇത് എൻ്റെ വിശ്വാസമായിട്ട് ഇതുപോലെ എല്ലാവരും വിശ്വസിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അതുപോലെ നമുക്ക് എന്തെങ്കിലും ആഗ്രഹം സാധിക്കാനുണ്ടെങ്കിൽ, എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, ആഗ്രഹം സാധിക്കാനുണ്ടെങ്കിൽ നമ്മൾ ഈ 1 രൂപയുടെ കോയിൻ എടുക്കുക. ഇതിന് പ്രത്യേകിച്ച് എന്താ നമ്മൾ ശുദ്ധവൃത്തി അങ്ങനെ ഒന്നും വേണ്ട കേട്ടോ. അപ്പം നമ്മളിത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെയും വൈകിട്ടും ഒക്കെ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. എങ്കിലും കുഴപ്പമൊന്നുമില്ല ഇപ്പം ചെയ്താലും. അപ്പം നമുക്ക് ഇതെടുത്തിട്ട് നമുക്ക് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം സാധിക്കാനുണ്ടെങ്കിൽ ആ ആഗ്രഹം നമ്മുടെ മനസ്സാലെ ആലോചിച്ചിട്ട് ഈ കോയിൻ 3 പ്രാവശ്യം എന്താ ഇങ്ങനെയൊന്ന് ഒഴിഞ്ഞിട്ട് ഇത് മാറ്റി അവിടെ മാറ്റി വെക്കുക. മാറ്റി വെച്ചിട്ട് അത് ഈ 3 ദിവസവും ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. 3 ദിവസവും ഈ നമ്മുടെ മുഖത്ത് ഈ കോയിൻ ഒഴിഞ്ഞിട്ട് മാറ്റി നമ്മുടെ പൂജാമുറിയിലോ വല്ലതും വെക്കുക. 4ാമത്തെ ദിവസം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് നമ്മുടെ അമ്പലത്തിൽ കൊണ്ടിടുക. നമ്മൾ വിചാരിക്കുന്ന കാര്യം ഉറപ്പായിട്ട് സാധിച്ചു കിട്ടും. അപ്പം നമ്മൾ ഈശ്വരനോട് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞിട്ട് ഇതുപോലെ ഒഴിയണം. ഇതൊന്നും വലിയ പാടില്ലാത്ത കാര്യമാണ്. ആകപ്പാടെ 1 രൂപയുടെ ഒരു കോയിൻ മതി. അല്ലാണ്ട് 2000 രൂപയുടെ ഒരു നോട്ട് വേണമെന്നോ, 2000 രൂപയുടെ നോട്ടൊക്കെ ഇപ്പം നിർത്തിയല്ലേ, 100 രൂപയുടെ ഒരു നോട്ട് വേണമെന്നോ 50 രൂപയുടെ ഒരു നോട്ട് വേണമെന്നോ ഒന്നും ഇവിടെ പറയാറില്ല. ജസ്റ്റ് 1 രൂപ കോയിനാണ്. ഇനി ഇതിനകത്ത് ഇഷ്ടമാതിരി കമന്റ് വരും, ഈ പെണ്ണുമ്പിള്ളയ്ക്ക് വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ട് അങ്ങനെ അതെന്തും ആയിക്കോട്ടെ. ഇത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞ കാര്യമാണ്. അപ്പൊ ഞാൻ ഇവിടുന്ന് ഇപ്പൊ മക്കളായാലും ചേട്ടനായാലും ദൂരെ വല്ലയിടത്തും പോകുമ്പോൾ ഇപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ പോയാലും ശരി, ഞാൻ എൻ്റെ ഈ കാര്യം മുടക്കാറില്ല. ഇതിനകത്ത് എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. ഇത് നമ്മൾ ചെയ്ത് വിശ്വാസമാണ് ഇതിനകത്ത്. 2 പ്രാവശ്യം ചെയ്തില്ല. അപ്പം ആ 2 പ്രാവശ്യം ചെയ്യാത്തതിൻ്റെ അനുഭവം എനിക്ക് കിട്ടുകയും ചെയ്തു. അതുകൊണ്ട് ഇപ്പം ഞാൻ ഇത് മറക്കത്തില്ല, മറക്കാതെ തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണിത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോ. ഞാൻ ചെയ്ത് നോക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഇപ്പം ഒരുപാട് എൻ്റെ പേരും മറന്നുപോയല്ലോ എൻ്റെ ദൈവമേ, രജനി വയലാറ് 12 എഴുതി. അത് ഞാനും എഴുതി, എൻ്റെ കാര്യം സാധിച്ചാണ്. അപ്പം ആരെങ്കിലും അത് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്കിട്ട് ഇത് ചെയ്യാൻ പോകരുത്. എന്ത് കാര്യം ചെയ്താലും അത് തീർന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ 7 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഇതുപോലത്തെ ഒരു കാര്യം ചെയ്യാവൂ. എല്ലാ കാര്യങ്ങളും ഒന്നിച്ചിട്ട് ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ല. ഇത് ചെയ്തോ ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എൻ്റെ വിശ്വാസത്തിൽ നിന്ന് പറയുന്ന കാര്യമാണ് കേട്ടോ. അതുപോലെ ഇപ്പം രോഗം കൊണ്ട് ചിലവർക്ക് ഉറങ്ങാനും ഒന്നും പറ്റത്തില്ല. അവർ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കും. നിങ്ങൾ ഒന്നും ചെയ്യണ്ട. ഈ 1 രൂപയുടെ ഒരു കോയിൻ എടുത്തിട്ട് ഭഗവാനെ ഇവർക്ക് അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഇവർക്ക് ഉറങ്ങാൻ പറ്റണേ, കൂടുതൽ ദുരിതങ്ങളൊന്നും ഇവർക്ക് വരുത്തരുത് എന്നൊക്കെ നമ്മുടെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ 3 പ്രാവശ്യം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക, 3 പ്രാവശ്യം ഒഴിയുക. അവർ കിടക്കുന്നതിൻ്റെ തലയണക്കടിയിൽ ഇത് വെക്കുക. 3 ദിവസം അവിടെ ഇരിക്കട്ടെ. 4ാമത്തെ ദിവസം ഞാൻ പറഞ്ഞല്ലോ എടുത്ത് കഴുകുക, നമ്മുടെ അമ്പലത്തിൽ കൊണ്ടിടുക, ഭണ്ഡാരത്തിൽ കൊണ്ട് ഇടുക. മനസ്സിലായല്ലോ എല്ലാവർക്കും ഇത്. അപ്പം ഇത് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. 1 രൂപയുടെ ഒരു കോയിൻ മാത്രമാണിത്, അല്ലാണ്ട് ഒരു ബുദ്ധിമുട്ടുകളും ഒന്നുമില്ല. അതുപോലെ നമ്മൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര ശുദ്ധവൃത്തിയായിട്ടിരിക്കണം എന്നുണ്ട് ഒരാവശ്യവും ഇല്ല. അതുപോലെ കുഞ്ഞു പിള്ളേരൊക്കെ അമ്മൂമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കണ്ണൻ ദോഷമൊന്നും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് വെളിയിലോട്ട് പോകുമ്പോഴത്തേക്കും ഇതുപോലെ 1 രൂപ കോയിൻ എടുത്ത് കുഞ്ഞിൻ്റെ മുഖത്തിങ്ങനെ ഒഴിഞ്ഞിട്ട് വെക്കുന്ന ഒരു പതിവും ഒക്കെ ഉണ്ട്. അതറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്. എല്ലാം അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിച്ചു തരത്തില്ല. എല്ലാം ഒന്നും അന്ധവിശ്വാസങ്ങളിൽ വരുന്നില്ല. ഇത് അന്ധവിശ്വാസങ്ങളിൽ വരുന്ന കാര്യമേ അല്ല കേട്ടോ. ഇത് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്.
ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കുക. കേട്ടല്ലോ? ചെയ്തിട്ട് എന്നോട് റിസൾട്ട് പറയുകയും വേണം. എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടാത്ത കാര്യങ്ങളൊന്നും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറില്ല. മനസ്സിലായല്ലോ? ഇപ്പം വിശ്വാസമുള്ളത് മാത്രം ഷെയർ ചെയ്ത്. ഇതെനിക്ക് ഭയങ്കര വിശ്വാസം കേട്ടോ. ഭയങ്കര വിശ്വാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര വിശ്വാസം. ഇതിപ്പം ഞങ്ങൾ എല്ലാവരും ഇത് തന്നെ ചെയ്യുന്നുണ്ട്. എൻ്റെ അനിയത്തിമാരും ചെയ്യും. അവരും ഇപ്പോൾ ഇതുപോലെ തന്നെയാണ്. പിള്ളേർ വെളിയിലോട്ട് പോകുമ്പോഴോ പരീക്ഷയ്ക്ക് പോകുമ്പോഴോ ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമാണിത്. അറിയാൻ വയ്യാത്തവർ ഇത് ചെയ്ത് നോക്കുക. ചെയ്തിട്ട് റിസൾട്ട് പറയുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബായ്.